ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു സാധാരണ പാൻറ്, നമ്മൾ ചുരിദാറിനൊക്കെ ഇടുന്ന ഒരു സാധാരണ പാൻറ്റിൻ്റെ വീഡിയോ ആണ്. അത് കട്ട് ചെയ്യുന്നത് അളവെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ്. എന്നിട്ട് നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോ കാണിച്ച പോലെ 4ആയിട്ട് നമ്മൾ തുണി മടക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. 4ആയിട്ട് തുണി മടക്കി ഇടുക. അതിനുശേഷം ഞാൻ ആദ്യം അളവെടുക്കുന്നത് പറയാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. നമ്മുടെ പാൻറ് എടുത്തിട്ട് ആദ്യം നീളം നോക്കുക. നീളം നമ്മുടെ തുണിയിൽ അളവെടുക്കുമ്പം നീളത്തിൻ്റെ കൂട്ടത്തിൽ താഴോട്ട് 2 ഇഞ്ചും മേളിലേക്ക് 2 ഇഞ്ചും ടോട്ടൽ അളവിൻ്റെ കൂട്ടത്തിൽ 4 ഇഞ്ച് നമ്മൾ കൂട്ടിയാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗം, അതായത് ബോട്ടം എടുക്കുമ്പം നമ്മുടെ വണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. നമുക്ക് വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പം ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നാലും നമുക്കത് കയറ്റി അടിക്കാനും കുറയ്ക്കാനും ഒക്കെ. പിന്നെ നമ്മുടെ ഒരു തുടയുടെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടത്തേതും നമ്മൾ അവിടുത്തെ അളവ് വെച്ചിട്ടാണ് നമ്മൾ തുണി മടക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ അളവിൻ്റെ കൂട്ടത്തിൽ ഒരു 1 എടുക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ, നമുക്ക് 1/2 ഇഞ്ച് മതി നമ്മൾ തയ്യൽ തുമ്പിന് മാത്രമായിട്ട്. നമ്മുടെ മിഡിൽ പോർഷൻ അതിൻ്റെയും അളവെടുത്തിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് മതി, നമുക്ക് വെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ടോട്ടൽ വണ്ണം എടുക്കുന്നതെന്ന് വെച്ചാൽ വണ്ണത്തിൻ്റെ 4/1 + 1/2 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ വണ്ണം എടുക്കുന്നത്. ഞാൻ ഒന്നുകൂടെ അളവെടുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് അളവിനുള്ളൊരു പാൻറ് എടുക്കുക. അളവിനുള്ളൊരു പാൻറ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാൻറ് എടുക്കുക. അതിൻ്റെ എന്താ ഈ തുടയുടെ ഒരു വശം ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പം അളവെടുക്കുക. ഇപ്പോൾ 14 ആണെങ്കിൽ ഞാൻ എടുക്കുന്നത് 1.5 കൂടെ കൂട്ടി 15.5, അല്ലെങ്കിൽ 2 ഇഞ്ച് ഇട്ടോ, 2 ഇഞ്ച് ഇട്ട് ഒരു 16 വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ അളവിനാണ് നമ്മൾ പാൻറ് വെട്ടാനുള്ള ആ ഒരു അളവെടുക്കുന്നത്. എന്നിട്ട് അത് ആ ഒരു അളവിന് നമ്മൾ തുണി മടക്കിയിടുന്നു. എന്നിട്ട് കാലിൻ്റെ അളവിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ 5ൻ്റെ കൂടെ 2 കൂടെ കൂട്ടി 7 എടുക്കുക. 6 ആണെങ്കിൽ 6 കൂടെ. നമ്മുടെ ഈ ഒരു പോർഷൻ്റെ അളവ് അത് കറക്റ്റായിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പാൻറ് ഇടുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് തോന്നും. അത് ഇപ്പം 15 എടുക്കുക. കറക്റ്റ് അളവ് എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് അതും കാലിൻ്റെ താഴത്തെ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെവലിൽ നിന്ന് താഴത്ത് നമ്മുടെ കാലിൻ്റെ അളവ് വരെയുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ അളന്നെടുക്കുക, അല്ലെങ്കിൽ അളവിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. ഇത് പ്ലീറ്റ് ഇല്ലാത്ത പാൻറ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ണത്തിൻ്റെ 4/1 + 2.5 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ വണ്ണം എടുക്കുന്നത്. കട്ട് ചെയ്യുവാണേ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് തയ്ക്കാമേ. നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് തന്നെ സ്റ്റിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇച്ചിരി കട്ടിക്ക് നിൽക്കാൻ വേണ്ടി. സ്റ്റിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കട്ടിക്ക് നിൽക്കണമെന്നുള്ളവർ മാത്രം സ്റ്റിപ്പ് എടുത്താൽ മതി. ഇതിപ്പം ഞാൻ വേറൊരു ഈ നമ്മുടെ കാലിൻ്റെ അളവിലൊരു തുണി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് സ്റ്റിപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുവാണ്. ഒരു സൈഡ് കയറ്റി അടിക്കണം. അതിൻ്റെ മടക്കി നമ്മൾ അടിച്ചിട്ടുണ്ട്. മറ്റേ സൈഡ് നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ തുമ്പ് വശത്ത് നല്ല വശവും കൂടെ ചേർത്തിട്ട് വേണം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് അകത്തേക്കാണ് മടക്കി അടിക്കുന്നത്.
അതിനുശേഷം നമ്മളൊരു 2 അടിയും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാൻ്റല്ലേ, സാധാ പാൻ്റെല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളത് മടക്കി അടിക്കുകയാണ്. മടക്കി അടിക്കുമ്പോൾ നമ്മൾ മണ്ടയുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടം വരെയുള്ളതാണ് അടിച്ചെടുക്കുന്നത്. നമ്മുടെ കാലിൻ്റെ വണ്ണം നോക്കുക, നമ്മൾ നേരത്തെ എടുത്ത വണ്ണം നോക്കിയിട്ട് അത് അടിച്ചു കൊടുക്കുക. നമ്മുടെ കാലിൻ്റെ വണ്ണത്തിനനുസരിച്ച് നമ്മളത് അടിച്ചു കൊടുക്കുകയാണ്. മാർക്ക് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ മേൽവശം, അവിടം വരെ അടിക്കാവുള്ളൂ, അതിന് മേളിലോട്ട് അടിച്ചു കൊടുക്കരുതേ. നമ്മുടെ അപ്പുറത്തോട്ട് 2 അടിയും കൂടെ അടിച്ചു കൊടുക്കുക. നമ്മൾ ഇടുമ്പോൾ സമയത്ത് നമുക്ക് വണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാൻ, കുറയ്ക്കണം എങ്കിൽ കുറയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നമ്മൾ രണ്ടും തയ്ച്ചെടുത്തിട്ട് നമ്മളത് തിരിച്ചിടുവാണ്. നല്ല വശത്തിലേക്ക് നമ്മൾ തയ്ച്ചെടുത്ത് തിരിച്ചിടുക. എന്നിട്ട് 2 പാൻറ്റിൻ്റെയും ആ മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, മിഡിൽ പോർഷൻ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല വശവും കൂടെ ചേർത്തിട്ട് നമ്മൾ 2 വശത്തേക്കും അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം അടിക്കാൻ, തിരിഞ്ഞു പോകരുത്. മിഡിൽ പോർഷനാണ്, നോക്കിയിട്ട് വേണം അടിക്കാൻ. ഇത് നമ്മൾ പാൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മണ്ടവശം, നമ്മുടെ പാൻറ് കെട്ടുന്ന വശം ഉണ്ടല്ലോ, അവിടെ കൂടെ അടിക്കണം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ അടിക്കുന്നത്. നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ വള്ളി കയറ്റിയിടാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ട് വശത്തിൽ ഒരു ചെറുതായിട്ട് നമ്മളൊന്ന് പൊട്ടിച്ചു വിടുക. നമുക്ക് വള്ളി കയറ്റിയിടാൻ തക്കവണ്ണം മാത്രം ചെറുതായിട്ട്. നമ്മുടെ പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയിട്ട് എല്ലാവരും തയ്ക്കണേ.